ബോളിവുഡ് താരം ആലിയ ഭട്ടിൽ നിന്നും 77 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലിയ ഭട്ടിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റായ വേദിക പ്രകാശ് ഷെട്ടിയാണ് അറസ്റ്റിലായത്. ആലിയയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ എറ്റേണൽ സൺഷൈൻ പ്രൊഡക്ഷൻസിലും നടിയുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലും 76.9 ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയതായാണ് ആരോപണം. ആലിയയുടെ അമ്മയും നടിയും സംവിധായകയുമായ സോണി റസ്ദാൻ കഴിഞ്ഞ ജനുവരി 23-ാം തീയതി ജുഹു പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. 2022 മെയ് മാസത്തിനും 2024 ഓഗസ്റ്റിനും ഇടയിലാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്ന് വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പോലീസ് വേദിക ഷെട്ടിക്കായി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. 2021-24 കാലത്താണ് ആലിയ ഭട്ടിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ വേദിക ഷെട്ടി പ്രവർത്തിച്ചിരുന്നത്. ഈ കാലയളവിൽ നടിയുടെ സാമ്പത്തിക രേഖകളും പണമിടപാടുകളും കൈകാര്യം ചെയ്തിരുന്നത് വേദികയായിരുന്നു. വേദിക ഷെട്ടി വ്യാജ ബില്ലുകൾ തയ്യാറാക്കി ആലിയയെ കൊണ്ട് അവ ഒപ്പിടുവെച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് പോലീസ് പറയുന്നുണ്ട്. നടിയുടെ യാത്രകൾക്കും മീറ്റിംഗുകൾക്കും മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി ചിലവായ തുകയെന്നാണ് അവർ നടിയോട് പറഞ്ഞിരുന്നത്. വ്യാജ ബില്ലുകൾ യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കാൻ വേദിക ഷെട്ടി പ്രൊഫഷണൽ ടൂളുകൾ ഉപയോഗിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നടി ബില്ല് ഒപ്പിട്ട ശേഷം തുക വേദിക അവരുടെ ഒരു സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. ആ സുഹൃത്ത് പിന്നീട് ഈ പണം വേദിക ഷെട്ടിക്ക് തിരികെ കൈമാറുകയാണ് ചെയ്തിരുന്നത്. റസ്ദാൻ പോലീസിൽ പരാതി നൽകിയതിനു ശേഷം വേദിക ഷെട്ടി ഒളിവിൽ പോയി. ഒളിത്താവളങ്ങൾ അവർ മാറിക്കൊണ്ടിരുന്നു. ആദ്യം രാജസ്ഥാനിലും പിന്നീട് കർണാടകയിലേക്കും തുടർന്ന് പൂനെയിലേക്കും അതിനുശേഷം ബാംഗ്ലൂരിലേക്കും അവർ യാത്ര ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒടുവിൽ ജുഹു പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് വേദികയെ അറസ്റ്റ് ചെയ്യുന്നത്.